ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പൊരിച്ച ഐസ്ക്രീം ഇതുവരെ പൊരിച്ചിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇനം ബ്രെഡ് എടുക്കുക. ബ്രെഡ് എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ പരത്തുക. ഇത് ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെക്കാനാണ് ഇങ്ങനെ പരത്തി അമർത്തി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തരം ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞ് കളിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല തരം ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ 2 ബ്രെഡ് എടുത്ത് നന്നായിട്ടൊന്നങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നന്നായിട്ട് പ്രസ്സായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ആദ്യം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടാക്കണം. അതിന് ശേഷം മാത്രമേ ഐസ്ക്രീം എടുക്കാൻ പറ്റുള്ളൂ. അതായത് മെൽട്ടായ ഐസ്ക്രീം എടുക്കരുത് കേട്ടോ. നല്ല ഹാർഡായി നിൽക്കുന്ന ഐസ്ക്രീം തന്നെ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡ്സും നന്നായിട്ട് അമർത്തി കൊടുക്കുക. പിന്നെ സൈഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ടാണ്. അപ്പോൾ വെള്ളം എടുക്കുക. എന്നിട്ട് അതൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ ഭാഗവും നന്നായി ഒട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഐസ്ക്രീം ലീക്കാവും നമ്മൾ പൊരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഇതിവിടെ ഹാർട്ട് ഷേപ്പുള്ളൊരു കട്ടറുള്ളതുകൊണ്ട് അതെടുത്തു എന്ന് മാത്രം. നിങ്ങൾ ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് കട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത പോലെ തന്നെ വെള്ളം വെച്ചിട്ട് ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് അത് മെൽട്ടായിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഒലിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് ഒഴിവാക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കുക്കിംഗ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് ഡബിൾ ബോയിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇപ്പോൾ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അത് അവിടെ കുറച്ച് സമയം നിന്നോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഒന്ന് അങ്ങനെ ഉടഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കോൺഫ്ലേക്സ്, ചോക്ലേറ്റിൻ്റെ ഒരു കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ സാധാ കോൺഫ്ലേക്സ് എടുക്കുക. ഇനി അതും ഇല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. ബ്രെഡ് ക്രംസ് എടുത്താൽ മതി. അപ്പോൾ ഞാനതും റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടല്ല പൊരിക്കുന്നത്. ആ മുട്ടൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചിട്ട് കുറച്ച് കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ നന്നായിട്ട് മുക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മുക്കി പുതിർത്തി എടുക്കരുത്. അപ്പോൾ ഒന്നങ്ങ് ഡിപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലേക്സോ എടുക്കുക. അപ്പോൾ ഞാൻ കോൺഫ്ലേക്സിലാണ് ചെയ്യുന്നത്. അത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും അതുപോലെ തന്നെ ആ കോൺഫ്ലവറിൻ്റെ മിക്സിലും കോൺഫ്ലേക്സിലും മുക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫ്രീസറിൽ വെക്കണം എന്ന് പറഞ്ഞല്ലോ. ആദ്യം ബ്രെഡിൽ ഐസ്ക്രീം ആക്കിയിട്ട് അത് ഒരു ദിവസമോ 2 ദിവസമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക കേട്ടോ. ഒരു ദിവസം മിനിമം എന്തായാലും വെക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് പെട്ടെന്ന് എടുക്കണം. ആ ബ്രെഡ് ഒന്നങ്ങ് ആ ഒരു ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, അത് ഒരുപാട് നേരം അതിലിട്ട് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ എടുക്കരുത്. ഐസ്ക്രീം മെൽട്ടാവും. അപ്പോൾ അത് ഐസ്ക്രീമാണ് ഫ്രൈ ചെയ്യുന്നുള്ള ഒരു ബോധത്തിൽ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വര വരച്ച് കൊടുത്തതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നോക്കൂ, നല്ല ക്രഞ്ചിനെസ്സിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്. പിന്നെ ഉള്ളിലുള്ള ഐസ്ക്രീമും ആ ചോക്ലേറ്റും എല്ലാം കൂടെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഐസ്ക്രീമൊക്കെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണുന്നുണ്ടല്ലോ. അതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആകെ 2 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഐസ്ക്രീം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിക്കുക. പിന്നെ അത് ഫ്രീസറിൽ കുറച്ചധികം സമയം തന്നെ വെക്കുക. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ചോക്ലേറ്റും ഐസ്ക്രീമും ബ്രെഡിൻ്റെ ക്രഞ്ചിനെസ്സും ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.